Morning, dear children. Hope you all are doing well at homes. After a short break, we will start our video classes. Now, we will continue the chapter Key Elements of a Democratic Country. In our previous class, we have discussed about the story of South Africa. South Africa is a country that has people of several races. There are black people who being to South Africa, whites who came there to settle, and Indians who came as laborers and traders. And we will study about the story of Maya. Now let's study the balance portions. All of you please look at your textbook in page number 36. Non-whites were not allowed to vote. The best land in the country was reserved for the white people, and non-whites had to live on the worst available land. Thus, blacks and colored people were not considered to be equal to whites. This was the problem faced by the people living in South Africa. There were different kinds of people living there: non-whites, white people, black people, etc. But non-whites were not allowed to vote. അവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലായിരുന്നു. എല്ലാ നല്ല ലാൻഡും വൈറ്റ് പീപ്പിളിന് റിസർവ് ചെയ്തിരുന്നു. നോൺ വൈറ്റ്സിന് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ലാൻഡായിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇക്വാളിറ്റി ഇല്ലായിരുന്നു, അല്ലേ? ബ്ലാക്ക് പീപ്പിളിനും മറ്റ് കളേർഡ് പീപ്പിളിനും വൈറ്റിൻ്റെ അത്രയും ഇക്വാലിറ്റി ഇല്ലായിരുന്നു. അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾ എൻജോയ് ചെയ്യുന്ന ഫ്രീഡം ബാക്കിയുള്ള ആൾക്കാർക്ക് കിട്ടിയിരുന്നില്ല. One black township was a southwestern township. Hector Peterson lived here and he and his classmates joined the protest against learning the Afrikaans language in school. അപ്പോൾ ഇവിടെ നടന്നൊരു പ്രോബ്ലമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഹെക്ടർ പീറ്റേഴ്സണും അവൻ്റെ കൂട്ടുകാരും എന്തിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തി? ആഫ്രിക്കാൻസ് ലാംഗ്വേജ് സ്കൂളിൽ പഠിപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ അവർക്ക് അവരുടെ മദർ ടങ്കായ സുലു ലാംഗ്വേജ് പഠിച്ചാൽ മതി. ഈ ആഫ്രിക്കൻ ലാംഗ്വേജ് ഫോഴ്സ് ചെയ്താണ് പഠിപ്പിക്കുന്നത്, അല്ലേ? അത് വൈറ്റ് പീപ്പിൾ സ്പോക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. സോ അതിനെതിരെ ആരാണ് പ്രൊട്ടസ്റ്റ് നടത്തിയത്? ഹെക്ടർ പീറ്റേഴ്സണും അവൻ്റെ ഫ്രണ്ട്സും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ഹെക്ടർ ആൻഡ് അതർ സ്കൂൾ സ്റ്റുഡൻസ് വെർ ബീങ് ഫോഴ്സ്ഡ് ടു ലേൺ ദിസ് ലാംഗ്വേജ് ബട്ട് ദേ വാണ്ടഡ് ടു ലേൺ ദെയർ ഓൺ ലാംഗ്വേജ് സുളു. The South African police beat up the protesters mercilessly and shot on the crowd. ഓക്കെ, അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ പോലീസ് അവിടെ അടിച്ചമർത്തുകയും അവർക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു. അങ്ങനെ ആ സംഭവത്തിൽ ആര് കൊല്ലപ്പെട്ടു? ഹെക്ടർ പീറ്റേഴ്സൺ കൊല്ലപ്പെട്ടു. അത് എന്നായിരുന്നു നടന്നത്? ദിസ് വാസ് ഓൺ 16th അല്ലേ, 16th June 1976. അപ്പം ദിസ് വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ്. ഓക്കെ, അപ്പം പിന്നെ പറയുന്നത് അവിടെ ANC ഫോം ചെയ്തതിനെ പറ്റിയാണ്. ANC മീൻസ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ ലീഡർ ആരായിരുന്നു ചോദിച്ചാൽ നെൽസൺ മണ്ടേലയായിരുന്നു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡർ. അദ്ദേഹം എന്തിനെതിരെയാണ് അവിടെ സ്ട്രഗിൾ ചെയ്തത്? എന്തിനെതിരെയാണ് പോരാടിയത്? അപ്പാർത്തൈഡ് എന്ന ബാഡ് സിസ്റ്റത്തിനെതിരെയാണ് പോരാടിയത്. അപ്പാർത്തൈഡ് എന്താണ്? സെപ്പറേഷൻ ഓൺ ദി ബേസിസ് ഓഫ് റേസ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെയായിരുന്നു അദ്ദേഹം ഫൈറ്റ് ചെയ്തത്. അതിനുശേഷം എന്നാണ് സൗത്ത് ആഫ്രിക്ക ഒരു ഫ്രീ ആയത്? ഫൈനലി ദേ സക്സീഡഡ് ആൻഡ് ഇൻ 1994 South Africa became a democratic country in which people of all races were considered equal. It is very important. 1994 എന്നുള്ള ഡേറ്റ് മറന്നു പോകരുത്. ഓക്കെ, ഇനി അടുത്തത് പാർട്ടിസിപ്പേഷൻ ആണ്. വൈ ഡു വി ഹാവ് റെഗുലർ ഇലക്ഷൻസ്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസറും ഉണ്ട്. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്, അല്ലേ? നമ്മുടെ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താ? ഡെമോക്രസി ത്രൂ വോട്ടിംഗ്. ഇൻ ഇലക്ഷൻസ് പീപ്പിൾ ഇലക്ട് ലീഡേഴ്സ് ടു റെപ്രസെൻറ്റ് ദം. These representatives take decisions on behalf of the people. In a democracy, people were elect their leaders and choose their leader. അല്ലേ? അവരുടെ ലീഡറിനെ ഇലക്ട് ചെയ്യുന്ന ആരാണ്? ജനങ്ങളാണ്. ജനങ്ങൾക്കാണ് ഫുൾ പാർട്ടിസിപ്പേഷൻ. In doing so, it is assumed that they will keep in mind the voices and interests of the people. നമ്മൾ ഒരു ലീഡറിനെ ഇലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്തുണ്ട്? ഈ ലീഡർ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലീഡർ ആയിരിക്കും ഇന്ന ആൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആർക്കാണോ വോട്ട് ചെയ്യുന്നത് അദ്ദേഹമായിരിക്കും നമ്മളെ ലീഡ് ചെയ്യുന്നത്, അല്ലേ?
Look at some newspapers and discuss some elections that you may have read about. Why do you think elections are recorded after a fixed period? അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കാറില്ലേ നമുക്ക് ഇലക്ഷനെ പറ്റിയൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ എന്താണ് ഇലക്ഷൻസ് എന്തുകൊണ്ടാണ് ഈ ഒരു ഫിക്സഡ് പീരീഡിൽ നടത്തുന്നതെന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. All governments are elected for fixed periods. In India, this period is 5 years. It is very important. എല്ലാ ഗവൺമെൻറ്റിലും എന്താണ് ഓൾ ഗവൺമെൻറ്റ്സ് ആർ ഇലക്റ്റഡ് ഫോർ ഫിക്സഡ് പീരീഡ്, ഒരു നിശ്ചിത പീരീഡിലായിരിക്കും ഇലക്ഷൻസ് നടത്തുന്നത്. ഇന്ത്യയിൽ ഇത് എത്ര വർഷമാണ്? 5 years ആണ്. വൺസ് ഇലക്റ്റഡ് ഗവൺമെൻറ്റ്സ് ക്യാൻ സ്റ്റേ ഇൻ പവർ ഓൺലി ഫോർ ദാറ്റ് പീരീഡ്. അപ്പം ആ 5 വർഷത്തേക്കായിരിക്കും ആ ഗവൺമെൻറ് നമ്മളെ ഭരിക്കുന്നത് അല്ലേ. അപ്പം ഈ 5 വർഷം എന്നുള്ളത് നമ്മുടെ മൈൻഡിലുണ്ടായിരിക്കണം. If they want to continue to be in power, then they have to be re-elected by the people. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻസിലൊക്കെ കണ്ടല്ലേ, കഴിഞ്ഞ ഇലക്ഷനിലും ഇപ്പോൾ വിജയിച്ച ആൾക്കാർക്ക് പിന്നെയും ആ പവർ അധികാരം തുടരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ജനങ്ങൾ തന്നെ ഇലക്ട് ചെയ്യണം. ദിസ് ഈസ് എ മൊമെന്റ് വെൻ പീപ്പിൾ ക്യാൻ സെൻസ് ദെയർ പവർ ഇൻ എ ഡെമോക്രസി. അപ്പോൾ ഇവിടെയാണ് ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വർക്ക് ചെയ്യുന്നത്. നമ്മളെ ഭരിച്ച ഗവൺമെൻറ് നല്ലതായിട്ടാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ ജനങ്ങൾ വീണ്ടും അതേ ഗവൺമെൻറ്റിനെ തന്നെ വീണ്ടും ഇലക്ട് ചെയ്യും. ഇൻ ദിസ് വേ ദ പവർ ഓഫ് ദ ഗവൺമെൻറ് ഗെറ്റ്സ് ലിമിറ്റഡ് ബൈ റെഗുലർ ഇലക്ഷൻസ്. ഇങ്ങനെയാണ് റെഗുലർ ഇലക്ഷൻസ് നടത്തുന്നത് അല്ലേ. ഈ ഒരു വേയിൽ കൂടിയാണ് ഇലക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി വാട്ട് ആർ ദ അതർ വേസ് ഓഫ് പാർട്ടിസിപ്പേറ്റിംഗ്? ഇലക്ഷൻസ് ആർ യൂഷ്വലി ഹെൽഡ് വൺസ് ഇൻ 5 years. Besides voting, there are other ways of participating in the process of government. മറ്റു രീതിയിലുള്ള എന്തൊക്കെയാണ് പാർട്ടിസിപ്പേഷൻസ്? പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ബൈ ടേക്കിംഗ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ വർക്കിംഗ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ബൈ ക്രിട്ടിസൈസിങ് ഇറ്റ് വെൻ റിക്വയർഡ്. ഇനിയിപ്പോൾ നമ്മളെ ഭരിക്കുന്ന ഗവൺമെൻറ് നമുക്കെതിരെ അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ അതിനെതിരെ നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. ക്രിട്ടിസൈസിങ് മീൻസ് അവർക്കെതിരെ അല്ലെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാം അല്ലേ. In August 2005, when a particular government increased the money people had to pay for electricity, people expressed their disapproval very sharply. They took out rallies and also organized a signature campaign. The government tried to explain and defend its decision, but finally listened to the people's opinion and withdrew the increase. The government had to change its decision because it is responsible to the people. അതിന് എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതാണ് 2005 ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ് എന്താണ് ഇൻക്രീസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെയൊക്കെയുള്ള ഇൻക്രീസ് ചെയ്തു കൂട്ടി. അപ്പം ജനങ്ങൾ അവരുടെ ആ ഒരു എക്സ്പ്രഷൻ അവരുടെ ആ ഒരു ഡിസപ്രൂവൽ വളരെ ഷാർപ്പായിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്തു. അവർ റാലീസും സിഗ്നേച്ചർ ക്യാമ്പയിനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഗവൺമെൻറ് ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നു. ഫൈനലി ആരാണ് വിജയിച്ചത്? അവിടെയും ജനങ്ങളാണ് അവിടെ വിജയിച്ചത്. കാരണം എന്താണ്? ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വോയിസ് ഉള്ളത് ഒരു ഡെമോക്രസിയിൽ. അതാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടത്. There are many ways in which people express their views and make governments understand what actions they should take. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല രീതിയിലും ആൾക്കാർക്ക് നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻസ് കാണിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ്? These include ധർണ, റാലി, സ്ട്രൈക്ക്, സിഗ്നേച്ചർ ക്യാമ്പയിൻസ് എക്സെട്ര. Things that are unfair and unjust are also brought forward. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിനെതിരെ നമുക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അത് ഏതിൽ കൂടിയാണ് വരുന്നത്? ന്യൂസ് പേപ്പേഴ്സിലും മാഗസിൻസിലും TV-യിലും ഒക്കെ നമുക്ക് അത് ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങളെപ്പറ്റി പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി അവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹൗ വുഡ് മായാസ് ലൈഫ് ബി ഡിഫറെൻറ്റ് ഇൻ സൗത്ത് ആഫ്രിക്ക ടുഡേ? എങ്ങനെയാണ് മായയുടെ ലൈഫ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് അല്ലേ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട്? മായാസ് ലൈഫ് വുഡ് ബി ഡിഫറെൻറ്റ് ഇൻ സൗത്ത് ആഫ്രിക്ക ടുഡേ ഇൻ ദ ഫോളോയിങ് മാനർ. ഷീ ക്യാൻ യൂസ് റോഡ്സ്, ബസ്സസ് ആൻഡ് റെയിൽവേ ട്രെയിൻസ് ആസ് അതേഴ്സ് ഡു വിതൗട്ട് എനി discrimination. She can attend hotels and restaurants. She can use hospitals and ambulances as others do. She can walk in the parks freely. She has no fear of police. അപ്പോൾ അവിടെ മായ എൻജോയ് ചെയ്യുന്ന ഫ്രീഡം എന്തൊക്കെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഏതൊക്കെ രീതിയിലാണ് ആൾക്കാർ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഗവൺമെൻറ്റിന് നമ്മളെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈ ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ദ വർക്കിംഗ് ഓഫ് ദ ഗവൺമെൻറ്,
by criticizing the government on various unpopular issues, by taking out റാലീസ് ഒക്കെ നടത്തുക. നിങ്ങൾ കണ്ടിട്ടില്ലേ സമരങ്ങൾ? അതുപോലെ സിഗ്നേച്ചർ ക്യാമ്പയിൻസ് പറഞ്ഞാലും നമ്മുടെ വീടുകളിലൊക്കെ വന്ന് നമ്മുടെ സിഗ്നേച്ചർ കളക്ട് ചെയ്തുകൊണ്ട് പോകും. എന്തെങ്കിലും അൺപോപ്പുലർ ഇഷ്യൂസ് കണ്ടാൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.